മാടമ്പി, പ്രമാണി, മിസ്റ്റർ ഫ്രോഡ് എന്നൊക്കെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ സിനിമകൾക്ക് പേരിട്ടത് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടല്ല. ഇതൊന്നും രാഷ്ട്രീയ സിനിമകളുമല്ല. എന്നാൽ എന്നും രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പദങ്ങളാണ്. ഇന്ന് ബി ഉണ്ണികൃഷ്ണനോടൊപ്പം ഓട്ടോഗ്രാഫിലുള്ള നടൻ സിദ്ദിഖ് തമാശ വേഷങ്ങളിൽ നിന്നും രാഷ്ട്രീയ വേഷങ്ങളിലേക്കും ഗൗരവമേറിയ വില്ലൻ വേഷങ്ങളിലേക്കും വളർന്നയാളാണ്. സ്വന്തമായ രാഷ്ട്രീയ പക്ഷമില്ലെങ്കിലും ഇപ്പോൾ ഒരു മാഗസിൻ്റെ എഡിറ്റർ എന്ന നിലയിൽ ജനകീയ പക്ഷം അദ്ദേഹത്തിനുമുണ്ട്. രണ്ടുപേരും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നു ഓട്ടോഗ്രാഫിൽ. നടൻ സിദ്ദിഖും സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും. രണ്ടുപേരുടെയും രാഷ്ട്രീയ പക്ഷങ്ങൾ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. എങ്കിലും ഉണ്ണികൃഷ്ണൻ്റെ പക്ഷം കുറച്ചും കൂടെ പ്രത്യക്ഷമാണ്. പിണറായി പക്ഷമാണ് ഇടതുപക്ഷത്ത് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ സിദ്ദിഖിൻ്റെ പക്ഷത്തെക്കുറിച്ച് അത്രയ്ക്ക് പൊതുവായി അറിവില്ല. അങ്ങനെ ഒരു പക്ഷമുണ്ടോ സിദ്ദിഖിന്? ഒരു പൊതുജന പക്ഷമാണെന്ന് പറയാം. ഞാനിപ്പോൾ എപ്പോഴും നമ്മൾ ഇലക്ഷനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായിട്ടുള്ള പിണറായി പക്ഷമോ അല്ലെങ്കിൽ VS പക്ഷമോ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സോക്കോൾഡ് വലതുപക്ഷമോ അവരല്ല ഒരാളെ ജയിപ്പിക്കുന്നത്. ഇതല്ലാതെ നിഷ്പക്ഷമായിട്ട് കുറച്ച് പേരുണ്ട് അല്ലേ? അവർ ആ സ്ഥാനാർത്ഥിയെ നോക്കി അതല്ലെങ്കിൽ ആ സമയത്ത് അപ്പോഴത്തെ ഒരു അഫയേഴ്സ് നോക്കി ഏത് പാർട്ടിക്ക് വോട്ട്, അതുകൊണ്ടല്ലേ മാറി മാറി നമുക്ക് ഭരണം വരുന്നത്. ഇതൊക്കെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷമാണെന്ന് പറയുന്നത് പോലെ UDF പക്ഷത്താണ് സിദ്ദിഖ് എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ? പറയാൻ പറ്റില്ല. ഇപ്പോൾ UDF പക്ഷത്ത് നിന്ന് ഗണേശന് വേണ്ടിയിട്ട് ഞാൻ പ്രചാരണത്തിന് പോയിട്ടുണ്ട്. അത് ഗണേശൻ എൻ്റെ സുഹൃത്തായതുകൊണ്ടാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് നിൽക്കുന്ന ഇന്നസെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്രചാരണത്തിന് പോകും. അപ്പോൾ എനിക്ക് ആ പക്ഷമല്ല, ഞാൻ അവിടെ നിൽക്കുന്ന ഇന്നസെൻ്റ് ഏട്ടൻ ജയിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇന്നസെൻ്റ് ഏട്ടൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെന്നോ ഇടതുപക്ഷ സ്വതന്ത്രനാണെന്നോ ഞാൻ നോക്കാറില്ല. ഞാൻ ആ വ്യക്തിയാണ് നോക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഈ പക്ഷമില്ലാത്തവരുടെ പക്ഷത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, ആദ്യമായിട്ട് പറയട്ടെ, ജോണിയോട് ആരാണ് ഞാൻ പിണറായി പക്ഷക്കാരൻ എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പിണറായി എന്ന് പറഞ്ഞത് അങ്ങനെയല്ല. കാര്യം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സഖാവ് പിണറായി വിജയനെയും സഖാവ് VS അച്യുതാനന്ദനെയും ഒരുമിച്ച് മാറ്റി നിർത്തിയ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടല്ലോ ജോണിക്ക്? അന്ന് ഞാൻ കാസ്പറോവ് റൊണാൾഡീനിയോ നേരിടുമ്പോൾ എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് രണ്ടുപേരെയും ഒരേ സമയം വിമർശനാത്മകമായിട്ട് സമീപിക്കുന്നതാണ്. പക്ഷേ വ്യക്തിപരമായി എനിക്ക് സഖാവ് VSനോട് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ സഖാവ് പിണറായി വിജയനായിട്ട് വളരെ വ്യക്തിപരമായ അടുപ്പം ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. അദ്ദേഹത്തിൽ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളിൽ എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ഒരു അടുപ്പവും സ്നേഹവും ആദരവും തോന്നുന്നത് ശ്രീ പിണറായി വിജയനോടാണ്. അതിൽ ഒരുപക്ഷെ പിണറായി വിജയൻ ഒരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു എന്ന് കരുതിയ സമയത്ത് അതില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരാളാണ് താങ്കൾ. തീർച്ചയായിട്ടും അത് എൻ്റെ ബോധ്യത്തിൽ നിന്നാണ്. തുടർന്നു വന്ന പല കാര്യങ്ങളും എൻ്റെ ബോധ്യം ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇടതുപക്ഷം ഒരു 17നും 25നും മധ്യേ ഇടതുപക്ഷ ചിന്താഗതി ഇല്ലാത്തവൻ്റെ IQ വളരെ കുറവാണ് എന്ന് ഞങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. അല്ല, ഒരു വിശ്വാസത്തെക്കാൾ കൂടുതൽ അതൊരു ഫാഷനബിൾ, ഇറ്റ്സ് നോട്ട് ഫാഷനബിൾ. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വായനയൊക്കെ ഏറ്റവും സ്ട്രോങ് ആവുന്ന ഒരു പീരീഡാണത്. ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നമ്മളുടെ എൻഗേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ സമത്വത്തെക്കാൾ വലിയ ഒരു മാനവികതയുടെ തലത്തിലുള്ള ഒരു ആശയം വേറെ ഒന്നില്ല. പൊതുവെ ഇപ്പം നടന്മാരായാലും സംവിധായകരായാലും രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാതെ അല്ലെങ്കിൽ പക്ഷം ഏതെന്ന് വ്യക്തമാക്കാതെ കുറച്ച് മാറി നിൽക്കുകയാണ് പതിവ്. പക്ഷേ താങ്കൾ പിണറായി വിജയൻ അടുത്ത കാലത്ത് ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനായപ്പോൾ ഇവിടെ കൊടുത്ത സ്വീകരണത്തിൽ പങ്കെടുത്തു. മുൻനിര പടയാളിയായി പങ്കെടുത്തു എന്ന് വേണം പറയാം. സഖാവ് പിണറായി വിജയൻ കുറ്റവിമുക്തനാകുന്നതിന് മുമ്പ് സഖാവ് TK രാമകൃഷ്ണൻ്റെ പേരിലുള്ള പുരസ്കാരം വാങ്ങിച്ചപ്പോൾ ടൗൺ ഹാളിൽ ഞാൻ പ്രസംഗിച്ചിരുന്നു. അതിനു മുമ്പ് ഞാൻ ലേഖനം എഴുതിയിരുന്നു, ടെലിവിഷൻ ചർച്ചകളിൽ ഇടപെടലുകൾ നടത്തിയിരുന്നു. കാരണം താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ സമൂഹം ഇത്ര വൈര്യനിരാധന ബുദ്ധിയോടുകൂടി പിന്തുടരുകയും ക്രൂശിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല. അതിനേക്കാൾ എത്രയോ അധികം കൊള്ളരുതായികകൾ ചെയ്ത ആളുകളെ നമ്മളെല്ലാവരും തലോടി ദിവസവും പുഷ്പാഞ്ജലി നടത്തി വിടുമ്പോൾ ഈ പിണറായി വിജയനെ ഒരു ഒബ്സഷനോടുകൂടി പിന്തുടരുകയും പിണറായി വിജയൻ സമം വില്ലൻ, തിന്മ എന്ന് പറയുകയും മറ്റൊരാൾ സമം നന്മ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ധ്രുവീകരണം ആരാണ് ഉണ്ടാക്കിയത്? ഇങ്ങനെ ആരെങ്കിലും പ്രതിരോധിക്കേണ്ട ഒരു ബാധ്യത ഒരു കലാകാരനുണ്ട് എന്ന് സിദ്ദിഖിന് തോന്നുന്നുണ്ടോ? കലാകാരൻ അങ്ങനെ ബാധ്യതയില്ല, അത് വ്യക്തിപരമാണ്. ഞാൻ വിശ്വസിക്കുന്നതും നേരത്തെ ഉണ്ണി പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും അടുത്ത വ്യക്തിബന്ധമുള്ളത് ശ്രീ പിണറായി വിജയനോട് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇതിന് പോകുന്നത്. അല്ലാണ്ട് അത് പാർട്ടിയോടോ അല്ലെങ്കിൽ പാർട്ടിയുടെ അനുകൂല നിലപാടുകളോണ്ടോ അല്ല അങ്ങനെ തോന്നുന്നത്. നമ്മളിപ്പോൾ നമുക്ക് പ്രേമചന്ദ്രൻ അദ്ദേഹം ഏത് പാർട്ടിയുടെ വക്താവായിരുന്നു? ഇത്രയും കാലം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നു, പിന്നീട് ഇപ്പോൾ മാറി UDFലേക്ക് വരുന്നു.
അദ്ദേഹം പ്രേമേന്ദ്രനുമായിട്ട് ഒരു വ്യക്തിപരമായ അടുപ്പമുള്ള ആളുകൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാർട്ടി മാറ്റത്തെ കാര്യമായി വിമർശിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളോട് ചിലപ്പോൾ നമുക്ക് ശരിയാണ്, അങ്ങനെ ഉണ്ടാവും. ഇത്രയും കാലം അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഭാഗമായി നിന്നു. മുന്നണി രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഒരുപാട് മോശമായി ബാധിച്ചപ്പോൾ ഓപ്പോസിറ്റ് ചേരിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന, അപ്പോൾ ഇടതുപക്ഷ ചായ്വുള്ള എത്രയോ ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് അല്ലേ RSP നേതാവായിട്ടുള്ള പ്രേമേന്ദ്രൻ വന്നത്. ഒരു പരിധിവരെ ജോണി നമ്മൾ ആ വ്യക്തിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ താങ്കൾ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് മാത്രമാണോ? തീർച്ചയായിട്ടും അല്ല. സിദ്ദിഖ് പറഞ്ഞതിനകത്ത് ഒരു എലിമെൻ്റ് എല്ലാവർക്കും കാണുമല്ലോ. എനിക്ക് സിദ്ദിഖിനോടുള്ള വ്യക്തിപരമായ അടുപ്പം, സിദ്ദിഖിനൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സിദ്ദിഖിൻ്റെ പക്ഷം ചേരാനായിട്ടൊക്കെ ഞാൻ ശ്രമിക്കും. അത് വേറെ ഇഷ്യൂ ആണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറേ കൂടി പുറകോട്ട് എൻ്റെ ഒരു എഴുത്തിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 80കളുടെ അവസാനം 90കളുടെ ആരംഭത്തിൽ സാംസ്കാരിക വിമർശന രംഗത്ത് വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. തുടർച്ചയായ ലേഖനങ്ങളും ചർച്ചകളിലൊക്കെ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് മലയാളത്തിലെ എല്ലാവരും ഏറ്റവും അധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരനായ ശ്രീ OV വിജയൻ്റെ ഏറ്റവും പ്രശസ്തമായ കഥ കടൽ തീരത്ത് പരക്കെ അത് സ്വീകരിക്കപ്പെട്ട കഥയാണ്. അതിനകത്ത് ഈ ഇത്രയധികം ഹൃദയ ധ്രുവീകരണ ശക്തിയുള്ള ആ കഥയ്ക്കുള്ളിൽ ഒരു ദളിത് വിരുദ്ധതയുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഞാനൊരു കഥ എഴുതിയിരുന്നു. വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം OV വിജയനെ ഞാൻ താഴ്ത്തി കാണുന്നു എന്നുള്ളതല്ല. അദ്ദേഹത്തെപ്പോലൊരാൾ ഗംഭീരമായൊരു കഥ എഴുതുമ്പോൾ പോലും അബോധമായി ഒരു പ്രത്യയശാസ്ത്ര നിലപാട് അതിലൂടെ വെളിപ്പെടുന്നുണ്ട് എന്ന് സ്ഥാപിക്കുക മാത്രമാണ്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായി ഇത് കണ്ടാൽ മതി. നമ്മുടെ ഒരു മുഖ്യധാര മാധ്യമങ്ങളും രാഷ്ട്രീയ കക്ഷികളും നിരന്തരം ഉണ്ടാക്കുന്ന ശബ്ദ കോലാഹലങ്ങളിൽ ഒരാൾ തിന്മയുടെ ഒരു പ്രതിരൂപമായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, വില്ലനായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, മാഫിയ തലവനായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതേസമയം അദ്ദേഹം നമ്മുടെ ഏറ്റവും ശക്തമായ ഇടതുപക്ഷ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. താങ്കൾ അതിന് മുമ്പ് ഒരു പരാമർശം നടത്തി, മറ്റൊരാൾ ദിവ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു പരാമർശം. അത് VS അച്യുതാനന്ദനെ ഉദ്ദേശിച്ചായിരിക്കാം. തീർച്ചയായിട്ടും ആ കാഴ്ചപ്പാട് തെറ്റിയിട്ടില്ല എന്ന് ഇപ്പോൾ ജോണിക്ക് ബോധ്യമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന മാറ്റത്തെ ഉദ്ദേശിച്ചാണ് ഉണ്ണികൃഷ്ണൻ അത് പറഞ്ഞത്. ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു മാറ്റം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കുമെന്ന് സിദ്ദിഖിന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു മാറ്റം തന്നെയാണോ? ഇപ്പോൾ ഇത്രയും പ്രായമായ ഒരു മനുഷ്യനല്ലേ ശ്രീ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഇത്ര പ്രമുഖനായ രാഷ്ട്രീയ നേതാവ്, ഇത്രയും പ്രായവും പക്വതയും വന്ന ഒരാൾ, ഞാൻ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു, അത് അദ്ദേഹം അറിവില്ലാതെ ചെയ്തു പോയതാണ്, അതല്ലെങ്കിൽ അതിനൊന്നും ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയാനാണ് ഞാൻ മോഹിക്കുന്നത്. എന്ത് കാര്യം VS അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, അതിനു പകരം അയാളെ ഞാൻ വിടില്ല, അവനെ ഞാൻ തകർക്കും, ഞാൻ അയാളെ നശിപ്പിക്കും, അയാളെ വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഇത്രയും ഒരു പ്രായമായ ഒരാൾ എല്ലാവരെയും ശത്രുക്കളായിട്ട് കാണുന്നു, ഒരാളെ പോലും ഒരു സ്നേഹത്തോടെ കാണുന്നില്ല. അടുത്ത കാലത്ത് ആകെ സ്നേഹം കാണിച്ച് ഞാൻ കണ്ടതും ഈ TP ചന്ദ്രശേഖരന്റെ മതം പോലുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത അത് മാത്രമല്ല ഞാൻ പറയുന്നത്, അത് മാത്രമല്ല R ബാലകൃഷ്ണ പിള്ളയെ ജയിലിൽ കയറ്റി അടങ്ങുള്ളൂ എന്ന് പറയുന്നു, മറ്റാളെ നശിപ്പിച്ച് അടങ്ങുള്ളൂ എന്ന് പറയുന്നു, മുഖ്യമന്ത്രി ആയിരിക്കെ ഇവിടെയുള്ള സകലതും പൊളിച്ച് അടങ്ങുള്ളൂ എന്ന് പറയുന്നു, MG റോഡിലെ കെട്ടിടങ്ങൾ ഉൾപ്പെടെ മൂന്നാറിലുള്ള റിസോർട്ടുകൾ ഉൾപ്പെടെ പൊളിക്കുന്നു, നശിപ്പിക്കുന്നു. ഞാൻ എൻ്റെ ജീവചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ഭരിക്കുന്ന നാട് നശിപ്പിച്ച് കാണുന്നത്. അപ്പൊ രാഷ്ട്രീയമായി കുറെ വാശി അദ്ദേഹത്തിന് അതിനൊക്കെ കാര്യങ്ങളിൽ ഈ പൊതുസമൂഹത്തിന് സ്വീകാര്യമായ പല നിലപാടുകളും അദ്ദേഹം ഇത്ര ജനസമ്മതി കിട്ടിയത്. ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ജോണിയെ പറ്റി നല്ലത് പറയുമ്പോൾ കൈയടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ജോണി ഇരുന്ന് ചീത്ത പറഞ്ഞാൽ പൊതുസമൂഹം കൈയടിക്കും. പൊതുസമൂഹത്തിന്റെ കൈയടിയല്ല കാര്യം, അവിടെ കൈയടിക്കാതിരുന്ന ഒരുത്തൻ വീക്ഷിക്കുന്നുണ്ടാവും. എന്തിനാണ് ഇയാൾ ഇങ്ങനെ ജോണി ലൂക്കസിന് ഒരുപാട് ചീത്ത പറയുന്നതെന്ന് ആലോചിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടാവും. അവരൊരുപക്ഷെ ബഹളം ഉണ്ടാക്കിയെന്ന് വരില്ല. ഒരു വീടിന് കല്ലെറിയുന്നു, അതിനെ അനുകൂലിക്കുന്നവരുണ്ടാവും. അത് അസൂയ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു മോശമായ ഒരു വശമാണത്. അതല്ലാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിന് ഒന്ന് ക്ഷമിക്കാനുള്ള ഒരു ഇത് കണ്ടിട്ടില്ല. ഇപ്പോഴും കേസ് കൊടുക്കുന്നു, മറ്റാൾക്കെതിരെ കേസ്, അയാൾക്കെതിരെ. ഇതൊരു രോഗമായി ഒരു മനുഷ്യന് വളരുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമേ തോന്നിയിട്ടുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരളവിൽ VS വിരോധമുള്ളതുപോലെ തോന്നുന്നുണ്ട്, ഏകപക്ഷീയമായി VSനെതിരെ നിങ്ങൾ സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ഒരു നല്ല വിഭാഗം VSനൊപ്പം നിൽക്കുന്നത്, ശരിയെന്ന് കരുതുന്നത്, ഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നത്?
അല്ല അതുണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയൽവക്കത്തുകാരൻ്റെ വീടിന് കല്ലെറിഞ്ഞാൽ അതിനെ അനുകൂലിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ ഒരുപാട്. ഞാൻ പറയുന്നത് ഇപ്പോൾ നല്ല വിമർശകരെ നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല സിനിമകളെ വിമർശിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. നല്ലൊരു വിമർശനം നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല, വേറൊരാളെ കുറ്റം കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. ജോണി പറയുന്നത് പോലെ ഇത്രയും ബഹുജന പിന്തുണ ഉള്ള ഒരാൾക്ക് എന്താണ് ഈ ബഹുജനങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. മറ്റുള്ളവരെ അംഗീകരിക്കാതെ അവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന വാസനയാണ് താങ്കൾ VS-ൽ ഒരു തരത്തിൽ കാണുന്നത്. ഞാൻ അത്രേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് താങ്കളെ അത് കൂടുതൽ ബാധിച്ചിട്ടുള്ളത് പോലെ തോന്നുന്നു. ഇപ്പോൾ മാസികയുടെ എഡിറ്റോറിയൽ തന്നെ താങ്കൾ PC ജോർജിനെ ഉദ്ദേശിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾ എന്തെങ്കിലും ഉപകാരം ആർക്കെങ്കിലും ചെയ്തതായിട്ട് കാണുന്നില്ല, 30 സ്റ്റാഫും ഉണ്ട് എന്നുള്ളൂ. അപ്പോൾ എന്താ ഈ അടുത്ത കാലത്ത് വല്ലാണ്ട് പറയാൻ മനോരമ കാണിച്ചതാണ് 30% സ്റ്റാഫിനെ വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അദ്ദേഹം ചെയ്തൊരു പ്രവൃത്തികൾ ഞാൻ വായിച്ചിട്ടില്ല എങ്ങും. ഞാൻ അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും ആരവിടെ എന്ത് ചെയ്താലും സിനിമയിൽ നിന്ന് മമ്മൂട്ടി മോഹൻലാലും ഇറങ്ങിപ്പോകണമെന്ന് പറയും, മറ്റേ ആൾ അങ്ങനെ ചെയ്യണമെന്ന് പറയും, ഇയാൾ എങ്ങനെ ചെയ്യണം. അപ്പോൾ ആരെങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഉണ്ണികൃഷ്ണൻ ആ സംസ്കാരം ഈ ഒരു കാര്യത്തിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് ശരിയാവോ? നമ്മളുടെ പൊതുവായ രാഷ്ട്രീയ സംസ്കാരം തന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പം ഭരണകക്ഷി എന്ത് ചെയ്താലും അതിനെ എതിർക്കുക, അതിനെ കുറ്റം പറയുക എന്ന രീതി മാത്രമല്ലേ പ്രതിപക്ഷത്തിന് എന്നും ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും അത് തന്നെ തുടർന്ന് അതിന് എന്തുകൊണ്ടൊരു മാറ്റം വരുന്നില്ല? അത്തരം കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ജനാധിപത്യം കുറച്ചും കൂടി അർത്ഥപൂർണ്ണമാകേണ്ടത് ഉണ്ട്. അതിൻ്റെ മഹത്തായ മാതൃകകൾ ഒരുപാട് പേര് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. AKGയെ കുറിച്ചൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് എന്തായിരിക്കണം ഒരു പ്രതിപക്ഷം. അതിനകത്തുള്ളൊരു അപജയം ഒക്കെ നമ്മൾ 100% അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇപ്പോൾ താങ്കൾ എന്നെ സമൂലം ഒരു VS വിരുദ്ധനായി താങ്കൾ പ്രതിഷ്ഠിക്കേണ്ട. ഇത് വിമർശനം ഉള്ളപ്പോൾ തന്നെ VS ഉൾപ്പെടുന്ന പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, അടിസ്ഥാനപരമായിട്ട് ഞാനൊരു പാർട്ടി മെമ്പറല്ല, ഒന്നുമല്ല. സഹയാത്രികൻ എന്ന് പലരും വിളിക്കുന്നുണ്ട്, അതുപോലും ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ യാത്രയൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന യാത്രകളൊക്കെയാണ്, അതുകൊണ്ട് അങ്ങനെ വിളിക്കേണ്ടതുമില്ല. പക്ഷേ അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ചില ഇഷ്യൂ ഒരു പ്രശ്നാധിഷ്ഠിതമായി അവരോടൊപ്പം നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ സഖാവ് VS അച്യുതാനന്ദനെ ഏറെ ആദരിക്കുന്ന ഒരാളാണ്. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് എനിക്കൊരു മറുപടി ഉണ്ട്. ഈ പ്രതിബോധം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് കോമൺ ആയിട്ടുള്ള ബോധത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ബോധമുണ്ട്. ഈ പ്രതിബോധം ഏറ്റവും അധികം കയ്യടി നേടാൻ ചാൻസ് ഉള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് പ്രതിനായകനെ എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നത്. സിനിമയിൽ തന്നെ പ്രതിനായകനെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ്. ഇപ്പം സിനിമയിൽ പോലും പ്രതിനായകൻ ഒരിക്കലും ഭൂരിപക്ഷം കിട്ടാറില്ല, അത് എപ്പോഴും നായകന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ പ്രതിനായകന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ചിന്തിപ്പിക്കേണ്ടത് ഒന്നും തന്നെയല്ലേ? അല്ല, പ്രതിനായകൻ്റെ ഭൂരിപക്ഷം കിട്ടുന്നത് ഞാൻ രാഷ്ട്രീയവും സിനിമയും 1 to 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതുള്ളൂ. എന്തുകൊണ്ടാണ് പ്രതിബോധത്തിനും പ്രതിനായകനും കയ്യടി കിട്ടുന്നത് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് ക്യാപിറ്റലൈസ് ചെയ്ത് തന്നെയാണ് VS ഇന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത്. മുഖ്യമന്ത്രിയായത് ചുണ്ടിനും കപ്പിനും ഇടയിൽ രണ്ടാമതൊരു വട്ടം കൂടി അധികാരം നഷ്ടപ്പെട്ടു പോയത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജനപ്രീതി അതിനകത്തൊരു ഘടകമാണ്. അദ്ദേഹം ജനപ്രിയനാവുമ്പോൾ ആ ജനപ്രിയതയെ കുറച്ചും കൂടി വിമർശനാത്മകമായിട്ട് നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ജനപ്രിയത എന്ന് പറയുന്നത് 100% അദ്ദേഹത്തിൻ്റെ മെറിറ്റിനുള്ള അംഗീകാരം എന്നല്ല. PC ജോർജിൻ്റെ വിമർശനങ്ങളെക്കുറിച്ച് സിദ്ദിഖ് ഉന്നയിച്ചതും ഏതാണ്ട് ഇതേ പ്രശ്നമാണ്. ഇപ്പം PC ജോർജും ഈ ആളുകളുടെ കയ്യടി ഉദ്ദേശിച്ച് മാത്രമാണ് ചില കാര്യങ്ങൾ പറയുന്നതെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടോ? പൊതുജനം അനുകൂലിക്കുന്ന ഒരു കാര്യത്തെ മോശമാക്കി പറയുക, അതിനെപ്പോഴും ഒരു വാർത്താ പ്രാധാന്യം കിട്ടും. ഞാൻ അതിൽ അങ്ങനെ എതിർക്കുന്ന ഒരാളെക്കാൾ ഉപരി ഞാൻ അത്തരം വാർത്താ പ്രാധാന്യങ്ങൾ മീഡിയ കൊടുക്കുന്നതിനെ കുറിച്ചാണ് എഴുതിയത്. നമ്മളിപ്പോൾ മെട്രോ റെയിലിൻ്റെ പണി എത്രമാത്രമായി, നമ്മൾ ഇവിടെ മെട്രോ റെയിലിൻ്റെ പണി അതൊരു വാർത്തയല്ല. ഇന്ന് പലരോടും ചോദിച്ചാൽ അറിയില്ല മെട്രോ റെയിലിൻ്റെ പുരോഗതി എത്രമാത്രമുണ്ട്, എത്ര ശതമാനം പണി കംപ്ലീറ്റ് ചെയ്തു എന്ന്. മെട്രോ റെയിൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ട്രെയിൻ ഓടിത്തു തുടങ്ങുമെന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും അറിയില്ല, പല മാധ്യമങ്ങളിലും അത് വരാറില്ല. പക്ഷേ മെട്രോ റെയിലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരാൾ പറഞ്ഞു നോക്കേ, ഇവിടെ മെട്രോ റെയിലിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞാൽ അതിന് ഭയങ്കര വാർത്താ പ്രാധാന്യമാണ്. ഇത് എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും കമ്മ്യൂണിസത്തിനെതിരെ എപ്പോഴുും പറയുന്ന വളരെ ബാലിശമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. അത് നിലനിൽക്കുന്ന കാര്യമല്ല. അത് CBI അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് തെറ്റാണെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരി, ശിക്ഷിക്കപ്പെടണം എന്ന് പറയാതെ CBI അന്വേഷിക്കാൻ പാടില്ല, പിണറായി വിജയനെ തൊട്ടാൽ കേരളം കത്തും എന്നൊരു നേതാവ് പറയുമ്പോൾ നമുക്ക് ആ പാർട്ടിയോട് ഭയമാണ് തോന്നുന്നത്. ഉണ്ണികൃഷ്ണൻ ചെയ്ത IG എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രം പിണറായി വിജയനോടും VS അച്യുതാനന്ദനോടും സാമ്യമുള്ള കഥാപാത്രങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒന്നിച്ചു പോയിക്കൂടാ എന്ന്. എന്താണ് അതിന് തടസ്സം? അല്ല, ഇതേ ചോദ്യമല്ലേ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയും ജനമെല്ലാം അതിനകത്ത് VS വൈകിയാണെങ്കിലും പാർട്ടിയുടെ ഒരു നിലപാടിനോട് ഒത്തുപോകുന്ന ഒരു സ്റ്റാൻഡ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് എത്ര നാൾ നിലനിൽക്കുമെന്ന് അദ്ദേഹത്തെ നന്നായി അറിയാവുന്ന ആർക്കും ഉറപ്പില്ലാത്ത കാര്യമാണ്. KK രമ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മാത്രമുള്ള നിലപാടാണ്. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം ജോഡി മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ലാവ്ലിൻ കേസ് ഉണ്ടായപ്പോഴും അതിന് ശേഷം പിണറായി വിജയൻ എപ്പോഴൊക്കെ കുഴപ്പത്തിൽപ്പെട്ടിട്ടുണ്ട്, അല്ലെ പലപ്പോഴും ഈ കുഴപ്പത്തിൽപ്പെടാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇപ്പോൾ വി എസിൻ്റെ ഈ നിലപാട് മാറ്റത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്ത ആരാണ് താങ്കളുടെ അഭിമുഖത്തിൽ? പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയനാണ്. ഈ ക്വാളിറ്റി എപ്പോഴെങ്കിലും ഒരിക്കൽ വി എസ് കാണിച്ചിട്ടുണ്ട്? പിണറായി വിജയനെ കുറിച്ച് വി എസ് നല്ലത് പറയുന്നത് കേൾക്കാൻ താങ്കൾക്ക് കൊതിയാവുന്നൊന്നുമില്ല, അങ്ങനെ സെന്റിമെന്റിലൊന്നുമല്ല. അതൊന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷെ സഖാവ് എന്ന വാക്കിന് കാൽപ്പനികമായ അർത്ഥം മാത്രമല്ല, അത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ആർക്കും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതാണ്. എന്തിനും ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതിനെ നമ്മൾ കാണേണ്ടത്. അല്ലെങ്കിൽ ആ പാർട്ടി എവിടെ എത്തുമായിരുന്നു, ഏത് രീതിയിൽ പോകുമായിരുന്നു? എന്താണ് തിരുത്തപ്പെടുന്നത്? നിരന്തരം പാർട്ടി കോൺഗ്രസ് വരെ ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു നിലപാടിന് മൂന്നാം നാൾ പൊതുസമൂഹത്തിന് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി തള്ളിപ്പറയുന്നതാണോ പാർട്ടി നിലപാട്? പാർട്ടി നേതാവെന്ന നിലയിൽ മാത്രം അതിനെ കാണുമ്പോൾ ന്യായീകരിക്കാവുന്നതായിരിക്കില്ല. പക്ഷേ പാർട്ടി സ്വീകരിക്കുന്ന സമീപനങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാവുന്നതല്ലെങ്കിൽ അതിനെതിരെ ഒരു ശബ്ദം അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകണം. അല്ല, പാർട്ടിക്ക് പുറത്തേക്ക് പോകണം. ഇതൊരു ലെനിനിസ്റ്റ് പാർട്ടിയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ എന്നുള്ളത് ഒരു ലെനിനിസ്റ്റ് പാർട്ടിയാണെന്ന് വീണ്ടും വീണ്ടും കേരള സമൂഹത്തിനോട് പറഞ്ഞ ഒരാളാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് പൊതുസമൂഹത്തിന് എതിരായിട്ടുള്ള ഒരു നിലപാടാണ് CPIM പാർട്ടി കോൺഗ്രസ് വരെ ചർച്ച ചെയ്ത ഒരു കാര്യം തീരുമാനമെടുത്തത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം വെളിയിലേക്ക് വരണം. RMPയുടെ കൂടെ പോലോ അദ്ദേഹത്തിന്. അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അത്തരം ചോദ്യങ്ങൾ പലതും ചോദിക്കുമ്പോഴും ഒരു കാര്യം വിസ്മരിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിനുണ്ടായിരുന്ന ജനസമ്മതി. അതിനെയാണ് പാർട്ടി പോലും ഈ പേടിച്ചത്. അല്ല, അങ്ങനെ പേടിച്ചില്ലെങ്കിൽ പാർട്ടി എന്നേ അദ്ദേഹത്തിന് നടപടി എടുക്കുമായിരുന്നു. അത് സിദ്ദിഖിന് തോന്നുന്നില്ല. സിദ്ദിഖിനോട് ചോദിക്കാൻ മുമ്പ് ഈ ജനസമ്മതി എത്ര നാളുണ്ടായി? വി എസ് അച്യുതാനന്ദൻ കുട്ടനാട്ട് വാഴ നട്ടവരെ, പാടം നികത്തി വാഴ നട്ടവരുടെ വെട്ടിനിരത്തൽ നടത്തി അന്ന് സിദ്ധാന്തങ്ങൾ പറയുമ്പോൾ ഈ സമൂഹത്തിൽ ഏറ്റവും അധികം അകറ്റി മാറ്റി നിർത്തപ്പെട്ട, അവജ്ഞയോടെ കാണപ്പെട്ട, മാധ്യമങ്ങൾ ഏറ്റവും അധികം എതിർത്ത രാഷ്ട്രീയ നേതാവ് വി എസ് അച്യുതാനന്ദനാണ്. വി എസ് അച്യുതാനന്ദൻ അവിടുന്ന് പരിണമിച്ചു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ആ പരിണാമം വളരെ ഉപരിപ്ലവമായിരുന്നു. അതിന് അദ്ദേഹത്തിന് ഇൻപുട്സ് കൊടുത്ത കുറേ അധികം ആളുകളുണ്ട്. ഇവരൊക്കെ ഒന്നുകിൽ CPIM നിന്ന് പുറത്താക്കപ്പെട്ടവർ, അല്ലെങ്കിൽ സഹയാത്രികരായി നിന്ന് ശത്രുക്കളായവർ. അവർ കൊടുത്ത ഇന്റലക്ച്വൽ ഇൻപുട്സ് ഉണ്ട്. പരിസ്ഥിതിവാദം, സ്ത്രീവാദം, പിന്നെ അരികിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു ശബ്ദം വി എസിലൂടെ തിരിച്ചു വരിക തുടങ്ങിയ സൈദ്ധാന്തിക പരിവേഷം കൊടുത്തുകൊണ്ട് കൃത്യമായ ഒരു മീഡിയ ക്യാമ്പയിൻ വി എസ് അച്യുതാനന്ദൻ നടത്തുകയും. ഞാൻ വി എസ് പക്ഷോ പിണറായി പക്ഷോ അല്ല, പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരിണാമം ഉണ്ടായെങ്കിൽ ഒരു പക്ഷേ അപ്പുറത്തൊരു അധപ്പതനം ഉണ്ടായതുകൊണ്ടാവാം. അവിടെ സംഭവിച്ചിരിക്കുന്നത് ഉണ്ടായെന്ന് തോന്നുന്നു. അതിനകത്ത് പരിണാമം ഉണ്ടായെന്ന പ്രതീതിയാണ് ഉണ്ടാക്കപ്പെട്ടത്. ആ പ്രതീതി ഒരു ഇലൂഷനായിരുന്നു എന്ന് വിശ്വസിച്ചവരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ വിശ്വാസത്തെ വി എസ് ഇപ്പൊ ശരിവെക്കുന്നു. മുഖ്യമന്ത്രി ആയപ്പോൾ പോലും വികസനത്തിന് അനുകൂലമായ ഒരു സമീപനമായിരുന്നില്ല അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അങ്ങനെ തന്നെയാണ്. 5 വർഷം കേരളത്തിൽ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത്? ഈ UDF സർക്കാരിന്റെ ഒരു ആരാധകനാണോ എന്ന് പറയാൻ പറ്റില്ല. കെ കരുണാകരൻ ഉണ്ടാക്കിയ വികസനങ്ങൾ ഞാൻ എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ വീഴ്ച നിൽക്കുന്ന ഒരുപാട് കാണുന്നുണ്ട്. കെ കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഞാൻ അത്രയധികം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടാക്കിയ സ്റ്റേഡിയവും എയർപോർട്ടും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ നേരിൽ കാണുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. എനിക്കങ്ങനെ വി എസിൻ്റെ പേരിൽ പറയാൻ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല. പിന്നെ ഈ നമ്മൾ ഇടതുപക്ഷ പാർട്ടികളുടെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. എന്നാണ് ഇവിടെ ഈ കമ്മ്യൂണിസം നമ്മൾ തുടങ്ങി വന്നത്? എന്നാണ് ഈ ഇടതുപക്ഷ ചിന്താഗതികൾ, ഇടതുപക്ഷ പാർട്ടിയും നമ്മുടെ നാട്ടിൽ വളർന്നു വന്നത്? കേരളത്തിൽ തന്നെ പറയും, കേരളത്തിൽ വളർന്നു വന്നത് എന്നാണ് അല്ലെ? ഈ എന്താണ് പറയുക, ഒരു ബൂർഷ്വാകൾ ഇവിടെ ഉണ്ടായിരുന്ന കാലത്തും അല്ലെ അടിമത്തത്തിനെതിരെ, അതല്ലെങ്കിൽ പീഡിത വർഗം അവരെ ഒരുപാട് അങ്ങനെ ദ്രോഹിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞു തന്നെ. ഇന്ന് ആ സിറ്റുവേഷൻ അല്ല ഉണ്ട് ജീവിതത്തിൽ. അതുകൊണ്ട് കമ്മ്യൂണിസം ഇല്ലാതാവണമെന്നല്ല പറയുന്നത്. അപ്പൊ അന്നത്തെ ആ ചിന്താഗതി എനിക്ക് തോന്നുന്നു സിദ്ദിഖിന് അതിന് ചരിത്രപരമായിട്ട് അതിനെ കാണുന്നതിന് സിദ്ദിഖിനോടുള്ള എന്റെ വിയോജിപ്പാണ്. ഇതേ ഈ അധികാരം എന്നുള്ളത് പല ഫേസുകളിലൂടെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അധികാരവും മേധാശക്തിയും അധീശത്വവും അത് ഉള്ളിടത്തോളം കാലം അടിച്ചമർത്തപ്പെടുന്നവന്റെ സ്ട്രഗിളും ഉണ്ടാവും. ആ ഫോംസിൽ മാറ്റപ്പെട്ടവൻ ഇല്ല ഉണ്ണി. അടിച്ചമർത്തപ്പെടുന്നവരുള്ളത് അങ്ങനെ അവൻ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. ഇത് എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും കമ്മ്യൂണിസത്തിനെതിരെ എപ്പോഴും പറയുന്ന വളരെ ഉന്നയിച്ച പ്രശ്നം. അന്ന് തീരുമാനിച്ചിരുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് ജന്മികൾക്കെതിരെ പണത്തിനോട് ആർത്തിയും പണക്കാരോട് ശത്രുതയും അത് കാണിക്കുന്നതിനോട് എതിർപ്പുള്ളൂ.
ഇവർക്ക് പണം ഇഷ്ടം പോലെ വേണം, ഇത്രയും പണമുള്ള പാർട്ടിയാണ് അല്ലേ, എന്നിട്ട് പക്ഷേ പണക്കാരെ മുഴുവൻ വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. അതിനോടാണ് എനിക്ക് ഈ പറഞ്ഞത് എന്താണ്, അതായത് എല്ലാവർക്കും ഇപ്പൊ പാർട്ടി, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും നടത്താൻ പണം വേണം, അത് എല്ലാവർക്കും അറിയാം. പാവപ്പെട്ടൊരു പാർട്ടിയുമല്ല. പക്ഷേ പണക്കാരോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് അവർ പ്രകടിപ്പിക്കുന്നില്ല. പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പൊതുജന മധ്യത്തിൽ വലിയൊരു കുറ്റമായി മാറുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ എന്താ അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്കുള്ള പറഞ്ഞോട്ടെ. ഇപ്പോൾ യൂസഫ് അലിയുടെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായപ്പോൾ ഏറ്റവും അധികം അതിനകത്ത് അനുകൂല നിലപാടെടുത്ത് ഇടപെട്ട് പിണറായി വിജയൻ എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാണ് പ്രശ്നം ഉണ്ടാക്കിയതാരാണ്? ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത് പാർട്ടി ഘടകം തന്നെ ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, അതിന് പൊതുജന സമ്മതി കിട്ടില്ല എന്ന് വന്നപ്പോൾ അത് അടിച്ചൊതുക്കിയതാണ്. പൊതുജന സമ്മതിയുടെ കാര്യമൊന്നുമല്ല. ഞാൻ പറയട്ടെ, പണക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് വെക്കണം, അവരോട് ആദരവ് പ്രകടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. അങ്ങനെ വേണ്ട. ഏത് പണക്കാരനും ഏത് ബിസിനസ് ചെയ്യുന്ന ഇപ്പൊ എത്രയോ പേരുണ്ട് വളരെ കൃത്യമായിട്ടുള്ള രീതികളിലൂടെ ബിസിനസ് ചെയ്ത് ധനികരാകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ എല്ലാവരെയും ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുക എന്നൊരു പാർട്ടി നയം ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് എന്റെ അറിവിലില്ല. അല്ല, ഇപ്പോൾ അല്ല, സിദ്ദിഖ് ഉദ്ദേശിച്ചതും ഈ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം എന്നുള്ള വരുന്നുണ്ടോ അല്ലെങ്കിൽ വലതുപക്ഷ വ്യതിയാനമായി VS ഉൾപ്പെടെയുള്ളവർ കാണുന്നത്. അത് കാപട്യമാണോ അതോ VS അവിടെ ശരിയാണെന്നാണോ താങ്കൾ പറയുന്നത്? ഇല്ല, ഞാൻ പറയുന്നത് ഇത് രണ്ടും ശരിയല്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു നിലപാട് അതാണ്. കാരണം വളരെയധികം സ്റ്റാലിനിസ്റ്റ് ആയിട്ടുള്ള 19ാം നൂറ്റാണ്ടിൻ്റെ ഇപ്പം മാർക്സിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ മിലിയു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാലഘട്ടമാണ്. അവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. തന്നെയല്ല, ഈ മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ തന്നെ ഒരുപാട് വൻ കുതിച്ചുകയറ്റങ്ങളും വലിയ തോതിലുള്ള ഡിസ്കഷനും വലിയ ഡിബേറ്റുകളും ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്തരത്തിലുള്ളൊരു ശിക്ഷണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടുന്നില്ല എന്ന് അതിനെ നോക്കിക്കാണുന്ന വിമർശനാത്മകമായി കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അഭിപ്രായമുണ്ട്. അതായത് പണ്ട് കുറേ കൂടി സ്റ്റഡീഡ് ആയിരുന്നു ആളുകൾ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ശിക്ഷണത്തിൻ്റെതായിട്ടുള്ള ഭയങ്കര, ഇപ്പോൾ നമ്മുടെ പ്രാദേശിക സഹാക്കളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രത്യയശാസ്ത്ര നിരക്ഷരത അവർക്കുണ്ട്. ഒരു വശത്ത് പാർട്ടിയുടെ ആശയങ്ങൾ ഇങ്ങനെ ഉയർത്തി പറയുകയും മറുവശത്ത് പ്രായോഗികമായ സമീപനങ്ങൾ വളരെ പ്രകടമായി തന്നെ എടുക്കുകയും ചെയ്യുന്നില്ലേ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തി ആ വൈരുദ്ധ്യത്തെ ഒരു പാർട്ടിക്കും ഈ നമ്മുടെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഡിമാൻഡ്സിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കും ആ വൈരുദ്ധ്യത്തെ മറികടക്കാൻ പറ്റുകയില്ല. ഒരു സെക്കൻഡ്, ആ വൈരുദ്ധ്യം അങ്ങനെ സിദ്ധിക്ക് ഉദ്ദേശിച്ചിട്ടില്ല. അത് ജോണി അങ്ങനെയുള്ള പ്രായോഗിക വൈരുദ്ധ്യം സമ്മതിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എന്റെ പ്രശ്നമല്ല. സമ്മതിച്ചാലും ഇല്ലെങ്കിലും പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ഞാനും ജോണിയും കൂടി ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. സ്വതന്ത്രനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് അതിനകത്ത് ഈ CPM ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എടുത്ത പല നിലപാടുകളോടും ചില പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ഔദ്യോഗികമായി എടുത്തിട്ടുള്ള നിലപാടുകളോടും വിയോജിപ്പുള്ള ആളാണ് ഞാൻ. CPM എടുത്ത തീരുമാനങ്ങൾ മാത്രമല്ല തെറ്റുക, UDF ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തീരുമാനങ്ങളും ഞാനൊരു സാധാരണക്കാരൻ അല്ല, ശരിയാണെന്ന് പറയുന്നില്ല, തെറ്റായ ഒരുപാട് കാര്യമാണ്. നമ്മൾ ഇവിടെ പത്രം വായിക്കുകയും TV ന്യൂസ് കാണുകയും ചെയ്യുമ്പോൾ TP ചന്ദ്രശേഖരൻ വധം നടന്നു, അതിന് പ്രതികളെന്ന് കോടതി കണ്ടെത്തിയ പ്രതികളെ ശിക്ഷിച്ചു. അത് കഴിഞ്ഞ് അതിന് തുടരന്വേഷണം വേണം, ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ രമ ഒരു നിരാഹാര സത്യാഗ്രഹം CBI അന്വേഷണത്തിന് വിടുന്നു. CBI അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് തെറ്റാണെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരി, ശിക്ഷിക്കപ്പെട്ട എന്ന് പറയാതെ CBI അന്വേഷിക്കാൻ പാടില്ല, പിണറായി വിജയനെ തൊട്ടാൽ കേരളം കത്തും എന്നൊരു നേതാവ് പറയുമ്പോൾ നമുക്ക് ആ പാർട്ടിയോട് ഭയമാണ് തോന്നുന്നത്. ഞങ്ങളൊരു സാധാരണക്കാരൻ നോക്കുന്നത് അത് ശരി. അപ്പോൾ ഇവരൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടോ എന്നൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും പാടില്ലേ? അവർ ചെയ്ത് അത്തരം അസഹിഷ്ണുതയുണ്ടല്ലോ, അവരെ എതിർത്ത് പറയാൻ പാടില്ല. ഞാൻ എന്ത് പറയുന്നതും അതെല്ലാം അല്ല, ഞാൻ പറയുന്നതിനോട് ഉണ്ണിക്ക് എതിർപ്പുണ്ടാവാം. ആ എതിർപ്പ് ഞാൻ കേട്ടിട്ടാണ് ശരി, അങ്ങനെയാണെങ്കിൽ എൻ്റെ ധാരണ തിരുത്തണം എന്നാണ് ഞാൻ തീരുമാനിക്കേണ്ടത്. അതല്ല ഞാൻ പറയുന്നതിനോട് ആരും എതിർക്കാൻ പാടില്ല. ശരീരഭാഗങ്ങൾ കാണിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒരു പുരുഷന് തോന്നുന്ന മനോഭാവമല്ല മറ്റു രീതിയിൽ വസ്ത്രധാരണം ധരിച്ച് നടക്കുന്ന. സിൽക്ക് സ്മിതയെ പോലെ വസ്ത്രം ധരിക്കുകയും ചെയ്യും, മദർ തെരേസയെ പോലെ ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ നടക്കില്ല. മര്യാദയ്ക്ക് ഡ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെടുന്നത് പറയുന്നത്. അങ്ങനെ വാദിക്കുന്നവരുണ്ട്, അങ്ങനെ വാദിക്കുന്നതും പറയുന്നു. ഒരു സ്ത്രീയുടെ ഒരു വിവൃതമായ ശരീരത്തിന്റെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ എന്തും ചെയ്യാം പുരുഷന് എന്നുള്ളതാണോ നമ്മൾ പറഞ്ഞു വരുന്നത്?